നമസ്കാരം. കേരളത്തിൽ കഴിഞ്ഞ സർക്കാർ പിണറായി സർക്കാർ വലിയ വികസനം നടത്തിയതായി പല വീഡിയോകളിലും ഞാൻ അവകാശപ്പെട്ടിട്ടുണ്ട്. ആ വീഡിയോകൾ കാണാതെ CPM-നെയും പിണറായി വിജയനെയും വിമർശിച്ചു എന്ന കാരണത്തിൽ എന്നെ പലരും വന്ന് തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ടുമുണ്ട്. അത് അവരുടെ വിവരക്കേട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിന്റെ തുടർച്ചയെന്നോണം ഈ സർക്കാരിനോടും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കാൻ നിവൃത്തിയില്ല. ആരും കാണുമെന്ന് ഉറപ്പൊന്നുമില്ല. പക്ഷെ എങ്കിലും ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവിനെ അവരുടെ ചിന്തയിൽ ഇതൊന്ന് കണ്ട് മനസ്സിലാക്കി അവരുടെ നേതാവിനോടൊന്ന് പറഞ്ഞ് ഇനി എങ്ങാനും അവർക്കൊരു ബോധോദയം ഉണ്ടായെന്ന് നടപ്പിലാക്കാൻ പറ്റിയാലോ. ഞാൻ ഈ കാര്യങ്ങൾ കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷ സർക്കാരിന്റെ ബന്ധപ്പെട്ട വകുപ്പുകളിൽ കത്തുകളിലൂടെയും ഇമെയിലിലൂടെയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഉദാഹരണത്തിന് കൊല്ലം ജില്ലയുടെ ചടയമംഗലം മണ്ഡലം അതുണ്ടായ കാലം മുതൽ CPI-യുടെ മണ്ഡലമാണത്. അതായത് LDF-ന്റെ മണ്ഡലമാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ചിഞ്ചുറാണിയുടെ മണ്ഡലമായിരുന്നു അത്. ആ മണ്ഡലത്തിൽ യാതൊരു വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇല്ല. ഒന്നും ചെയ്തിട്ടില്ല. മന്ത്രി എന്ന നിലയിൽ വൻ പരാജയമായിരുന്നു. CPI-യുടെ മണ്ഡലമാണ്. ഇടതുപക്ഷം 100% പരാജയമായിരുന്നു എന്ന് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. ഈ ലീഗിന്റെ കോണി എടുത്ത് വെച്ചു കൊടുത്താൽ ആരും ചെന്ന് വോട്ട് കുത്തും. ഒരു കുറ്റിച്ചീലിന് കോണി ചിഹ്നം കൊടുത്താൽ വോട്ട് ചെയ്യും എന്ന് പറയുന്നത് പോലെ അവിടെ അരിവാൾ നിൽക്കതിരാണ് ചിഹ്നം എന്നുണ്ടെങ്കിൽ തിരിഞ്ഞു മരിഞ്ഞ് നോക്കുന്ന പരിപാടിയൊന്നുമില്ല. എല്ലാവരും കൊണ്ടുവന്ന കുത്തി അങ്ങനെ ജയിപ്പിച്ച് വിട്ട് നാശിച്ച് നാറാണക്കല്ലിളകിയ ഒരു മണ്ഡലമായിരുന്നു ചടയമംഗലം. ഇപ്പോ എന്റെയൊക്കെ തറവാട് ഉണ്ടായിരുന്നത് അതിന്റെ കിഴക്കൻ മേഖലയായിട്ടുള്ള കൊച്ചു പെരിങ്ങാട് എന്ന പ്രദേശത്താണ്. വർഷങ്ങൾക്ക് മുമ്പ് അതുവഴി 2 സർവീസ് ബസ്സുകൾ ഉണ്ടായിരുന്നു. ഒരു KSRTC-യും ഒരു കണ്ണൻ എന്ന ഒരു പ്രൈവറ്റ് ബസ്സും. അത് കല്ലറയിൽ നിന്ന് കടയ്ക്കൽ, അതുപോലെ ചണ്ണപ്പെട്ട വഴി അഞ്ചൽ, അങ്ങനെ ആ മേഖലയിലേക്ക് പോകുന്ന ഒരു പ്രൈവറ്റ് ബസ്. ആ ബസ്സൊക്കെ സർവീസ് നിർത്തി. അതുപോലെ കടയ്ക്കൽ നിന്ന് പെരിങ്ങാട്ടേക്ക് പോകുന്ന ഒരു KSRTC ബസ്. ഈ ബസ്സൊക്കെ തരക്കേടില്ലാത്ത നല്ല രീതിയിലുള്ള കളക്ഷൻ ഉണ്ടായിരുന്നു. ഇനി കളക്ഷൻ എന്ന് പറയുന്നത് സർവീസ് മേഖല ആയതുകൊണ്ട് ഒരു പക്ഷെ സ്വകാര്യ ബസ്സിന് അതുവഴി വരാൻ അവർക്ക് ചില തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് ഇനി അവർ വന്നില്ല എന്ന് കരുതാം. പക്ഷെ KSRTC കൂടി നിന്നു. ഇതിന്റെ കാരണം റോഡിന്റെ ശോച്യാവസ്ഥയാണ്. ഈ 2 ബസ് സർവീസുകളും ലാഭകരമായിട്ട് കൂടി, ലാഭമല്ല സർവീസ് മേഖലയാണ് എങ്കിലും പറയാം, ലാഭകരമായിട്ട് കൂടി അവർക്ക് സർവീസ് നിർത്തേണ്ടി വന്നു. അതായത് റോഡിന്റെ ശോച്യാവസ്ഥ. ഇന്ന് ആ റോഡ് കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും ആരും. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിൽ പിണറായി സർക്കാർ റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും, ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് വലിയ വികസനം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഏത് സർക്കാരിനേക്കാളും കൂടുതൽ വലിയ അടിസ്ഥാന വികസനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സർക്കാരായിരുന്നു കഴിഞ്ഞു പോയത് എന്ന് പിണറായി സർക്കാർ. എന്നാൽ ചടയമംഗലം മണ്ഡലത്തിന്റെ കിഴക്കൻ മേഖലയിൽ ഇങ്ങനെ ഒരു സർക്കാർ ഉണ്ടായിരുന്നു എന്ന് പോലും, അല്ലെങ്കിൽ അവിടെ ഇത്തരത്തിൽ ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പോലും മറക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത്. ഇന്ന് കാഞ്ഞിരത്തമോട് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് പെരിങ്ങാട് മേഖലയിലേക്ക് പോകുന്ന ആൾക്കാർ ഒരു 30-40 വർഷം മുമ്പ് സഞ്ചരിച്ച ഒരാൾ ഇന്ന് അതുവഴി യാത്ര ചെയ്യണമെങ്കിൽ അവർ അവിടെ കാലാകാലങ്ങളിൽ സ്ഥാനമേറ്റിരുന്ന MLA-മാരെ എന്തെങ്കിലുമൊക്കെ വിളിക്കാതെ കടന്നു പോകൂല. മനസ്സുകൊണ്ടെങ്കിലും അവർ ശപിച്ചിട്ടേ കടന്നു പോകും. കാരണം ഏതൊരു റോഡിന്റെയും വികസനം എന്ന് പറയുന്നത് വലുതായിട്ടാ, പടവലങ്ങ പോലെ കീഴ്പോട്ടല്ല. ഇന്ന് ഒരു ചെറിയ റോഡാണെങ്കിൽ നാളെ അതൊന്ന് ടാർ ചെയ്യും, മറ്റന്നാൾ റബ്ബറൈസ്ഡ് ആകുമ്പോൾ അതൊരല്പം കൂടെ വീതി കൂട്ടി നടുക്കൊരു ലൈനൊക്കെ കൊടുക്കും. ഇങ്ങനെയാണ് സാധാരണ വരാറ്. എന്നാൽ കൊച്ചുതോട്ടമുക്ക് വഴി പെരിങ്ങാട് വഴി പോകുന്ന ആ റോഡിന്റെ അവസ്ഥ, പണ്ട് ബസ് സർവീസ് ഉണ്ടായിരുന്ന റോഡ് ഇന്ന് വീതി കൂടി, പണ്ട് ഒരു 12-18 മീറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നതൊരു 5-6 മീറ്ററായി ചുരുങ്ങി നിൽക്കുകയാണ്. അത് മാത്രമല്ല പലയിടങ്ങളിലും ബസ് 2 വാഹനങ്ങൾ കടന്നു പോകുമായിരുന്ന സ്ഥലത്ത് കയറ്റത്ത് പ്രയാസങ്ങൾ ഉണ്ടാതിരിക്കാൻ വേണ്ടി വീതി കൂട്ടുന്നതിന് പകരം 2 മീറ്റർ 2.5 മീറ്റർ കോൺക്രീറ്റ് ആയി ചുരുക്കിയിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ബസ് പോയെടുത്ത് ഇന്ന് യാത്ര ചെയ്യാൻ പറ്റിയ കാറോ ജീപ്പോ മാത്രമാണ്. റോഡിന്റെ വികസനം അങ്ങനെയാ. യാതൊരു മുൻകാഴ്ചയുമില്ലാത്ത, ഒരു തരത്തിലുള്ള വികസനവും നടക്കാത്ത ഒരു മണ്ഡലമായിരുന്നു ചടയമംഗലം മണ്ഡലം. ഇത്തരത്തിലുള്ള ധാരാളം മണ്ഡലങ്ങളുണ്ട് റോഡ് വികസനങ്ങളും മറ്റുമില്ലാത്ത. അതായത് കുത്തക മണ്ഡലങ്ങൾ എന്ന് പറയും. ചില പഞ്ചായത്തുകളുമുണ്ട്. അത് മുസ്ലിം ലീഗ് ആയാലും അതുപോലെ CPI ആയാലും CPM ആയാലും ആരായാലും കോൺഗ്രസ് ആയാലും അവിടെ മറ്റൊരു ഭരണം വരില്ല, മറ്റാരും അവിടെ വോട്ട് ചെയ്ത് വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു ഘട്ടത്തിൽ അവിടെ എന്ത് തോന്നിയാസം കാണിച്ചാലും എങ്ങനെ കടന്നാലും ഞങ്ങൾ ജയിക്കും എന്നുള്ള ഒരു അഹങ്കാരം കൊണ്ട് ഇങ്ങനെ അധോഗതിയിൽ കിടക്കുന്ന ഒരുപാട് പ്രദേശങ്ങളുണ്ട്. മിസ്റ്റർ VD സതീശൻ, താങ്കൾ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രദേശങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ കർശനമായി നടപടികൾ എടുപ്പിക്കണം. ഇപ്പൊ മലബാറിൽ മുസ്ലിം ലീഗിന്റെ കുത്തക മേഖലകൾ കുറെ ഉണ്ട്, ചില പഞ്ചായത്തുകളുണ്ട്. ഒരു വികസനം അവിടെ നടക്കില്ല. ചില വാർഡുകളൊക്കെ വെറും കോണിക്ക് വോട്ട് കുത്താൻ വേണ്ടി മാത്രമുള്ള പഞ്ചായത്തുകളും വാർഡുകളും ഉണ്ട്. എണ്ണിത്തരാം. മുസ്ലിം ലീഗ് വലിയ കൊമ്പത്തെ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ
കൂട്ടത്തിൽപ്പെട്ടവരാണല്ലോ. അത്തരത്തിലുള്ള പഞ്ചായത്തുകളിൽ ഞങ്ങൾ ചെയ്യില്ല, എന്ത് തോന്നിയാസം കാണിച്ചാലും ഞങ്ങൾ ജയിക്കും എന്ന ധാർഷ്ട്യത്തിൽ നിൽക്കുന്ന കുറെ അധികം മെമ്പർമാരും അല്ലെങ്കിൽ കുറെ പ്രദേശങ്ങളുമുണ്ട്. അവിടെയൊക്കെ താങ്കൾ ഇടപെടണം. കാരണം അവിടെയും ചിലതൊക്കെ മോഹിച്ചുകൊണ്ട് ഈ സർക്കാർ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് കരുതിയിട്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കനിയാത്തത് കൊണ്ട് ഗതിമുട്ടിയിരിക്കുന്ന കുറച്ചു പേരുണ്ട്. അവരെ കൊണ്ട് അത് ചെയ്യിക്കാനുള്ള ചില നിലപാടുകളും നടപടികളും താങ്കളൊന്ന് എടുപ്പിക്കണം. ഈ കാലത്ത് നിന്ന് ജാമ്പവന്റെ കാലത്തേക്ക് പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കുന്ന പല റോഡുകളും പല സംവിധാനങ്ങളും ഉണ്ട്. അതൊക്കെ ഈ ആധുനിക കാലത്ത് 2026 എത്തിക്കാനുള്ള നടപടികളും നിലപാടുകൾ എടുക്കണം. നോക്കങ്ങ് മേലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ സൈഡിൽ കൂടി ഇങ്ങനെ വരുന്ന ആ റോഡ് ഇപ്പൊ കാട് പിടിച്ച് നോക്കൂ വരികയാണ്. കാട് പിടിച്ചു വന്നിട്ട് ഈ വീട്, ഈ ഒരു വീടിന്റെ ഇവിടെ വരെ ചിതറ പഞ്ചായത്താണ്. ഈ കാണുന്ന ഈ കറണ്ട് ഇലക്ട്രിക് പോസ്റ്റിന്റെ ഇവിടെ വരെ വരുന്നത് ചിതറ പഞ്ചായത്താണ്. അതായത് ഈ വീട് ചിതറ പഞ്ചായത്തിന്റെ അയിരിക്കുഴി വാർഡ് 1-ാം വാർഡ് എന്ന് പറയും. 1-ാം വാർഡാണിത്. ആ 1-ാം വാർഡിൽ ഈ വീടും കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ പണ്ടൊരു വീടുണ്ടായിരുന്നു, ഒരു ചെറിയൊരു വീടുണ്ടായിരുന്നു. ഇതായിരുന്നു അയിരിക്കുഴി വാർഡിന്റെ, അതായത് ചിതറ പഞ്ചായത്തിന്റെ ലാസ്റ്റ് വീട്. അപ്പൊ ഇവിടെ ഇങ്ങനെ ബോർഡർ, ഈ പോസ്റ്റ് മുതൽ ഈ വീടിന്റെ പുറത്തു കൂടി, ഇത് 5 സെന്റ് സ്ഥലമാണ് ഉണ്ടായിരുന്നത്. അതിന്റെ പുറത്തു കൂടി ഈ 5 സെന്റിൽ 2 സെന്റ് കടക്കൽ പഞ്ചായത്തും 3 സെന്റ് ചിതറ പഞ്ചായത്തുമാണ് കിടക്കുന്നത്. അപ്പൊ ഈ കാണുന്ന പുല്ലിന്റെ തലയിലൂടെ നേരെ ക്രോസിനടിയിലേക്ക് കടക്കൽ പഞ്ചായത്ത് കടന്നു പോകുന്നു. ഇനി ഇവിടുത്തെ വൈശിഷ്ട്യം പറഞ്ഞുതരാം. ചിതറ പഞ്ചായത്തുകാർ തിരിഞ്ഞു നോക്കൂല. ഒരു മനുഷ്യന് നടന്നു വരാൻ പറ്റാത്ത വിധത്തിലായി. ഒരു കാലത്ത് പെരിങ്ങാട്, പിന്നെ കൊച്ചു പെരിങ്ങാട്, വലിയ പെരിങ്ങാട്, ഏഷ്യയിലെ ഏറ്റവും വലിയ എസ്റ്റേറ്റ് ആയിട്ടുള്ള പിന്നെ ചിതറ എസ്റ്റേറ്റ്. അപ്പോൾ ഈ എസ്റ്റേറ്റിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുള്ള, ഓയിൽ പാം എസ്റ്റേറ്റിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ ഇതുവഴിയായിരുന്നു പോയിരുന്നത്, വിറക് കൊണ്ടുപോയിരുന്നത്, ചന്തയിൽ പോയിരുന്നത്, അതുപോലെ എല്ലാ കാര്യങ്ങളും ഇതുവഴിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആ റോഡിന്റെ അവസ്ഥയാണ് കാണുന്നത്. നിങ്ങൾക്ക് തോന്നും ഇത് നടക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്ന്. തീർന്നില്ല. ഇനി നമുക്ക് കടയ്ക്കൽ പഞ്ചായത്തിലേക്ക് ഒന്ന് തിരിയാം. ഇതാണ് കടയ്ക്കൽ പഞ്ചായത്തിന്റെ റോഡ്. ഇതൊരു റോഡാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. റോഡാണോ കാടാണോ എന്നറിയില്ല. CPM ആണ് കടയ്ക്കൽ പഞ്ചായത്ത് ഭരിക്കുന്നത്. ഇത് ഈ റോഡ്, ഈ കാണുന്ന കാട് പിടിച്ചു കിടക്കുന്നില്ല, ഈ മുള്ളുവേലിക്ക് താഴെ ഇതൊരു റോഡാണ്. ഇവിടെ ഇവര് റോഡ് ശരിയാക്കാത്തതുകൊണ്ടും ഒരൊന്നും ചെയ്യാത്തതുകൊണ്ടും ഇവിടെയൊക്കെ ആൾക്കാർ താമസം ഉണ്ടായിരുന്നു. അവരൊക്കെ ഉപേക്ഷിച്ചു പോയി. ഒരു നിവൃത്തിയില്ല. കാരണം ഈ കാടൊന്ന് വെട്ടി ഈ റോഡിലൂടെ മര്യാദയ്ക്ക് ഒരാൾക്ക് നടക്കാൻ കഴിയുന്ന വിധത്തിലാക്കാൻ ഇവർക്ക് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇവനെയൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിസ്സാര ചോദിക്കുകയാണ്. ഞാൻ നടക്കുന്നത് വലിയ വാഹനങ്ങൾ, ലോറി അടക്കം വന്നിരുന്ന വലിയ ഒരു ഒരു റോഡാണ്, വലിയ റോഡാണ്. ഈ കാണുന്ന ഇതുവഴി വന്നു കഴിഞ്ഞാൽ ഈ പോസ്റ്റിനപ്പുറം ഒരു വീടുണ്ടായിരുന്നു. ആ വീടൊക്കെ ഇവർ വിട്ടുപോയി. ഇവിടെയാണ് അന്ന് ചിതറ മുരളി മുട്ടിക്കും എന്ന് പറയുന്നത്, അക്കരെ ഇക്കരെ മുട്ടിക്കും എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ കാണുന്നത്. ഇത് റോഡാണ് കേട്ടോ, ഇത് കാടല്ല, ഇത് റോഡാണ്. റോഡിന്റെ ആ സൈഡാണ് ആ കാണുന്നത്. ഇത് റോഡാണ്. ഇതെവിടെ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ വന്നാണ് ഈ റോഡ് അവസാനിക്കുക. ഇവിടെ നിന്ന് താഴേക്ക് ഒരു വലിയ കുണ്ടാണ്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. പിന്നെ അതേ അക്കരെ ഒരു റോഡ് വന്ന് നിൽക്കുന്നുണ്ട്. ആ റോഡും ഈ റോഡും കൂടെ മുട്ടിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അത് പോസിബിൾ അല്ല. കാരണം ഇവിടെ വലിയ ഇറക്കമുണ്ട്, കയറ്റം ഇറക്കമായതുകൊണ്ട് നടക്കില്ല. പക്ഷെ അത് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. ഈ കാണുന്ന പ്രദേശത്ത് ഒരു വീടുണ്ടായിരുന്നു. ഒരു വലിയ വീട്, വർഷങ്ങളായി അവർ താമസിച്ചിരുന്ന വീട്. പക്ഷെ അവിടെ പഞ്ചായത്തിന്റെ ഒരു പരിഗണന അത്രത്തോളം ആയതുകൊണ്ട് അത് ഇട്ടിട്ട് പോയതാണ്. അപ്പൊ ഈ കാട് പിടിച്ചു കിടക്കുന്ന നോക്കൂ, ഇത് റോഡാണ്. ഈ റോഡ് ഇപ്പോഴും വഴി നടക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ കാണുന്ന നടവഴി. അതായത് ഈ കാട്ടിലൂടെ ആ റോഡിലൂടെ ആൾക്കാർ നടന്നു വന്നിട്ട് ഇതുവഴി കയറി വരും. ഇതുവഴി കയറി വരുമ്പോൾ, പണ്ട് ഇതുവഴിയായിരുന്നു മുഴുവൻ ആൾക്കാർ നടന്നിരുന്നത്, എങ്കിലും ഇതുവഴി കയറി വരുന്നു. ഇതുവഴി കയറി വരുമ്പോൾ ഒരു രക്ഷയില്ല അവർക്ക്. കണ്ടല്ലേ? നമുക്കൊന്നുകൂടി ഒന്ന് ആ റോഡ് കൂടെ ഒന്ന് നടന്നു നോക്കാം. ഒരു പഞ്ചായത്തിലെ ഇതിപ്പോ പാലക്കൽ വാർഡ് എന്നായി പറയാ. ഈ പാലക്കൽ വാർഡിന്റെ മെമ്പർ ആരായാലും ആ മെമ്പർക്ക് അഭിമാനിക്കാം. ആ മെമ്പറുടെ കടക്കൽ പഞ്ചായത്തിന്റെ ഈ ഒരു റോഡ് ഈ കോലത്തിലൊന്ന് കാടുപോലും വെട്ടാതെ ആ ഒരു കോലത്തിൽ കിടക്കുന്നതിൽ അവർക്ക് അഭിമാനിക്കാം. CPM-നും അഭിമാനിക്കാം. കാരണം ഗ്രാമങ്ങളിൽ നല്ല രീതിയിൽ വികസനം നടക്കുന്നുണ്ട്. ഇപ്പോ ഈ ചടയമംഗലം തന്നെ ഇപ്പോ UDF-ന്റെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ UDF-ന്റെ MLA ആണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ഇത്രയും കാലം ദുരിതത്തിലും കിടന്ന് അതിനെ ഒരല്പം കൈപിടിച്ച് മാറ്റാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കും. അതുകൊണ്ട് കാഞ്ഞിരത്ത് മോഡ് നിന്ന് പെരിങ്ങാട്ടേക്ക് പോകുന്ന റോഡ് അവിടുത്തെ MLA-ക്ക് ഓർമ്മ വേണം. ഇങ്ങനെ കേരളത്തിൽ പലയിടങ്ങളിലും കാസർഗോഡ് മുതൽ
തിരുവനന്തപുരം വരെ നമ്മളൊന്ന് സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഒരു ഗതാഗത സംവിധാനമല്ല, ഒരു സ്കൂട്ടർ പോകാൻ കഴിയാതെ, ഒരു ഓട്ടോറിക്ഷ പോകാൻ കഴിയാതെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതൊക്കെ കുത്തക മണ്ഡലങ്ങളായതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ്. അതിനൊക്കെ ഒരു മാറ്റം വരണം. ആ മാറ്റങ്ങൾ കൂടി ചേർന്നതാകണം വികസനം. നമ്മൾ ഒരുപാട് തള്ളിവിടും. ആ തള്ളിവിടലിന്റെ കൂടി ഇതും കൂടി ചേരണം. ഗ്രാമാന്തരങ്ങളിൽ പോകണം. അവിടെയും സാധാരണക്കാർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നൊരു ബോധം ഉണ്ടാകണം. നിയുക്ത MLA-മാർ, ഒരുപാട് പേർ പുതിയ MLA-മാർ വന്നു ചേർന്നിട്ടുണ്ട്. ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ഒരു ഭയങ്കര ഒരു വിജയം എടുത്ത് തലയിൽ വെച്ചു കൊടുത്തിട്ടുമുണ്ട്. ഇനി ശക്തമായ ഒരു പ്രതിപക്ഷം മറുഭാഗത്തുണ്ട് താനും. പിണറായി വിജയനാണ് പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നത് എന്ന് മനസ്സിലാകുന്നു. പ്രതിപക്ഷ നേതാവായിരുന്ന സ്ഥാനത്താണ് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ജനകീയ ഭരണം കാഴ്ചവെക്കാൻ ഉമ്മൻചാണ്ടിക്ക് സാധിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് സതീശന് മോശക്കാരനാകാൻ സാധ്യതയില്ല. നല്ലൊരു പ്രതിപക്ഷ നേതാവായി നിന്നുകൊണ്ട് ഈ പറഞ്ഞ, അതായത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ചില പ്രദേശങ്ങളിലെങ്കിലും വികസനം എത്തിക്കാൻ, അവിടെയൊക്കെ ഇത് ഗതാഗത യോഗ്യമാക്കി തീർക്കാൻ, അവിടെയും മനുഷ്യരുണ്ടെന്ന് ചിന്തിക്കാൻ ഒന്ന് ഓർമ്മിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവിനെയും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. Different angles. Don't forget to subscribe and support this channel.